ഹായ് ഓൾ, വെൽത്തിഫൈയുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗോൾഡിൽ അനാലിസിസ് കണ്ടതാണ്. അതായത് ഗോൾഡിലെ മേജർ റെസിസ്റ്റൻസ് ഏതായിരിക്കും, അതുപോലെ തന്നെ മേജർ സപ്പോർട്ട് ഏതായിരിക്കും എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ രണ്ട് ലെവൽസും നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണെന്ന് പറഞ്ഞത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഈ ലെവലിൽ നിന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ലെവല് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നതാണ്. അപ്പൊ ഈ ഒരു ലെവൽ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോ അതുപോലെ തന്നിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ വന്നിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങനെ പോവാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോഴും നമുക്ക് ഈ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ടേക്ക് പോകുള്ളൂ. ഇത് ഈ റേഞ്ച് വരെ റിക്കവർ ചെയ്താലും ഇതിനപ്പുറത്തോട്ട് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആയിട്ടൊരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നത്, ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. പക്ഷെ നമുക്കത് പറയാനും പറ്റില്ല, മാർക്കറ്റിൽ എങ്ങനെയാണ് അത് ലൈവായിട്ട് നോക്കിയാൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് അഗെയിൻ ഈ ഒരു ലെവലിലേക്ക് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നിന്ന് താഴത്തോട്ടേക്ക് ഒരു കറക്ഷൻ തരാം മേ ബി. അപ്പൊ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ട്രേഡ്സ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് ഇനി അടുത്തുള്ള ഒരു അനാലിസിസ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കൺഫേം ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് യൂറോ യു എസ് ഡി നോക്കാം. സോ യൂറോ യു എസ് ഡിയിൽ ഈ പറഞ്ഞ പോലെ ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവല് നമ്മൾ പറഞ്ഞൊരു ലെവലാണ്. കറക്റ്റ് ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ലെവലാണ്. അവിടെ നിന്ന് ഒരു പുഷ് തന്നിരുന്നു, പക്ഷെ അത് നമുക്ക് ഈ റേഞ്ച് വിട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ആ മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് താഴെ ഈ ലെവൽ റെസ്പെക്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും ഒരു പുഷ് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഒരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴേക്ക് വരുള്ളൂ. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് എന്തായാലും ഒരു ബുള്ളിഷ് ട്രേഡ് നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു സ്ട്രക്ചർ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ ലെവലിലേക്ക് റീട്രേസ് ചെയ്തു. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ബൈ എടുക്കാൻ ഒരു പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ലെവലിന് താഴെ നമ്മൾ എന്താ ചെയ്യുക, സെല്ല് കീപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഇതൊരു നല്ലൊരു എൻട്രി ക്രൈറ്റീരിയ ആണ്. ഇനി നമുക്ക് GBP/JPY നോക്കാം. സോ ഇത് ഓൾറെഡി ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, റിജക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു താഴത്തേക്ക് ഇനി ഒരു കറക്ഷൻ ഈ ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീക്കിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ട്രേഡ് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഈ ലെവലിൽ നിന്ന് ട്രേഡ് നമുക്ക് താഴേക്ക് പ്ലാൻ ചെയ്യാം. സോ ഇതാണ് ഈ വീക്കിലെ അനാലിസിസ്. അപ്പോ എല്ലാവർക്കും ലാസ്റ്റ് വീക്കിലെ അനാലിസിസ് പറഞ്ഞത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ആഴ്ച നമ്മുടെ വ്യൂ ഇതൊക്കെയാണ്. അപ്പോ ഇതനുസരിച്ച് നിങ്ങൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം മാർക്കറ്റിൽ. എന്നിട്ട് ആ പ്ലാൻ പോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണാം.